വാർത്തകൾ വിശദമായി നോക്കാം. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന് വിടചൊല്ലാൻ നാട്. മൃതദേഹം തേവലക്കര സ്കൂളിൽ എത്തിച്ചു. അധ്യാപകരും സഹപാഠികളും നാട്ടുകാരുമടക്കം നൂറുകണക്കിന് പേരാണ് മിഥുനെ ഒരു നോക്ക് കാണാനായി സ്കൂളിൽ കാത്തെത്തിയിരിക്കുന്നത്. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, അമ്മ ഇപ്പോൾ കൊല്ലത്തേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ സ്കൂളിലേക്ക് പൊതുദർശനത്തിനായി എത്തിച്ചിരിക്കുന്നു. നാട്ടുകാരും അധ്യാപകരും സഹപാഠികളടക്കമുള്ളവർ നൂറുകണക്കിന് ജനക്കൂട്ടമാണ് ഇപ്പോൾ ആ സ്കൂൾ പരിസരത്ത് ഉള്ളത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേണുക സൂചിപ്പിച്ചതുപോലെ അല്പസമയം മുൻപാണ് കുഞ്ഞിൻ്റെ മൃതദേഹം സ്കൂളിലേക്ക് എത്തിച്ചു തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പൊതുദർശനം തുടങ്ങിയിരിക്കുന്നു. എന്തായാലും എല്ലാവരും കുഞ്ഞിൻ്റെ അടുത്ത ബന്ധുക്കളും സ്കൂളിലെ അധ്യാപകരും നാട്ടുകാരും സഹപാഠികളും എല്ലാം തന്നെ ഇപ്പോൾ സ്കൂളിൽ ഉണ്ട്. എന്തായാലും വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. താലൂക്ക് ആശുപത്രിയിൽ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും വിലാപയാത്രയായിട്ടാണ് വിലാപയാത്രയായിട്ടാണ് സ്കൂളിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുണ്ടായിരുന്നത്. വിലാപയാത്രയിൽ ആശുപത്രി തൊട്ട് സ്കൂൾ വരെ വിലാപയാത്രയിൽ ഒരുപാടധികം ആളുകളാണ് കുഞ്ഞിനെ അവസാനമായി കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി എത്തിയിട്ടുണ്ടായിരുന്നത്. KB ഗണേഷ് കുമാർ, ഷിബു ബേബി ജോൺ തുടങ്ങിയവരെല്ലാം തന്നെ വിലാപയാത്രയ്ക്കിടെ മിഥുന് അന്ത്യാഞ്ജലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. KB ഗണേഷ് കുമാർ അടക്കം പറയുന്ന ഒരു സാഹചര്യം വീഴ്ചകൾ പരിഹരിച്ചു പോകണം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും എത്രയൊക്കെ പരിഹരിക്കാമെന്ന് പറയുമ്പോഴും നഷ്ടപ്പെടുന്നത് കുടുംബത്തിനാണ്. ആ കുടുംബത്തിന് ഇനി എന്തൊക്കെ നൽകിക്കഴിഞ്ഞാലും ഒരു പകരമായി മിഥുന് പകരമാവില്ല അതൊന്നും എന്നുള്ളത് തന്നെയാണ് സത്യം. വളരെയധികം ഈ മിഥുൻ്റെ സഹപാഠികളാണ് സ്കൂളിൽ, നമുക്ക് ഈ ദൃശ്യങ്ങളിലെല്ലാം കാണാം. മിഥുൻ്റെ സഹപാഠികളും അവരുടെ മാതാപിതാക്കളുമാണ് കുഞ്ഞിനെ അവസാനമായി കാണാനായി അവിടെ എത്തിയിരിക്കുന്നത്. അവർക്കെല്ലാം തീരാ നോവ് തന്നെയാണ് മിഥുൻ എന്ന് പറയുന്നത്. കാരണം അവരുടെയൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു, ടീച്ചർമാരുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു. ഈ മാതാപിതാക്കൾക്കെല്ലാം തന്നെ അവരുടെ മക്കളെ പോലെ തന്നെയായിരുന്നു മിഥുനും എന്ന് പറയുന്നത്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി താലൂക്ക് ആശുപത്രിയിലാണ് കുഞ്ഞിൻ്റെ മൃതദേഹം. ഇന്ന് 10 മണിയോടെയാണ് പൊതുദർശനം തുടങ്ങുമെന്നെല്ലാം അറിയിച്ചിരുന്നത്. എന്നാൽ വിലാപയാത്രയായിരുന്നു മൃതദേഹം ആശുപത്രിയിൽ നിന്നും കൊണ്ടുവന്നത്. അതിനിടയിൽ ഒരുപാട് പേർ കാണുകയും ഈ ആംബുലൻസിന് ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്ന, ആംബുലൻസിന് ചുറ്റും ഒരുപാടധികം ആളുകൾ വന്നു ചേരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ സ്കൂളിലേക്ക് മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. പൊതുദർശനത്തിന് ശേഷം ആദ്യം പറഞ്ഞിരുന്നത് 12 മണിയോട് കൂടി വീട്ടിലേക്ക് മാറ്റുമെന്നായിരുന്നു. എന്നാൽ അമ്മ 8:55 എയർ ഇന്ത്യ വിമാനത്തിനാണ് ഏകദേശം 9:15 കൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും അമ്മ കൊല്ലത്തേക്ക് പുറപ്പെടുന്നത്. പോലീസിൻ്റെ സഹായത്തോടെ സുരക്ഷിതമായി അവരെ എത്രയും വേഗം വീട്ടിലെത്തിക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു പോലീസിനും ഈ സമയത്ത് ചെയ്യാനുണ്ടായിരുന്നത്. അത് ആ ഒരു കാര്യത്തിന് വേണ്ടി കൃത്യമായി പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് അമ്മയെ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ് പോലീസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2 മണിയോട് കൂടി ഇവർ വീട്ടിലെത്തും, കൊല്ലത്തെ വീട്ടിലെത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം അപ്പോഴേക്കും പൊതുദർശനം തീർത്ത് കുഞ്ഞിനെ വീട്ടിലേക്ക് സംസ്കാര ചടങ്ങുകളിലേക്കായി വീട്ടിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു വാർത്ത അറിഞ്ഞത് മുതൽ കരഞ്ഞു തളർന്നിരിക്കുന്ന ഈ കുഞ്ഞിൻ്റെ കുടുംബക്കാരെ എല്ലാം നമ്മൾ കണ്ടതാണ്. ഏറ്റവും പ്രധാനമായി കുഞ്ഞിൻ്റെ മുത്തശ്ശി, കുഞ്ഞിൻ്റെ അമ്മൂമ്മയായിട്ടുള്ള മണിയമ്മയെല്ലാം കരഞ്ഞു തളർന്നിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. എൻ്റെ അടുത്താക്കിയാണ് കുഞ്ഞിനെ പോയത്, എൻ്റെ അടുത്താക്കിയാണ് അവൾ പോയത്, ഞാൻ എന്ത് സമാധാനമാണ് ഇനി പറയുക എന്നുള്ളൊരു കാര്യമായിരുന്നു മണിയമ്മ അലറിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയുണ്ടായത്. എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ കൂടെ കുഞ്ഞുണ്ടല്ലോ എന്ന വിശ്വാസത്തിലാണ് അവർ പോകുന്നത്. അവൾ പോയത് അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. 7 സെൻറ്റ് വീടാണ് ഇവർക്ക് ഉള്ളത്. ആ വീട് തന്നെ 7 സെൻറ്റിൽ ഉള്ള ഒരു കൊച്ചു വീടാണ് ഇവർക്കുള്ളത്. ആ വീട് തന്നെ ചോർന്നൊലിക്കുന്ന തരത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ കടമെല്ലാം തീർക്കാൻ വേണ്ടിയാണ് അമ്മ പോകുന്നത്.
അമ്മ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് ഈ കുടുംബം പുലർത്തുന്നത്. കുടുംബത്തിൻ്റെ ഭാരമെല്ലാം ചുമലിലേറ്റി മക്കളെ എല്ലാം പഠിപ്പിച്ച് നല്ല രീതിയിൽ എത്തിക്കണം. മിഥുൻ എന്ന് പറയുന്നത് അവരുടെ മൂത്ത മകനാണ്. അപ്പോൾ നല്ല രീതിയിൽ, അല്ലെങ്കിൽ ഒരുപാട് നല്ല വിദ്യാഭ്യാസം എല്ലാം നൽകി നല്ല ജോലിയെല്ലാം വാങ്ങിച്ചു കൊടുത്ത്, അങ്ങനെ മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ആ അച്ഛനും അമ്മയും രണ്ട് മക്കളെയും പഠിപ്പിച്ച് നല്ല രീതിയിൽ എത്തിക്കണം. വിദേശത്ത് നിന്നും വരുമ്പോൾ ഓടി വന്ന് മക്കളെ സന്തോഷത്തോടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് മക്കൾക്ക് വേണ്ടതെല്ലാം കൊണ്ടുവന്ന് അതൊക്കെ അവർക്ക് നൽകി സ്നേഹം അവോളം കൊടുത്ത് വളർത്തി ഇങ്ങനെ വലുതാക്കണം എന്നൊക്കെ ആഗ്രഹിച്ച അമ്മയും അച്ഛനുമാണ് അത്. അവിടെ നിന്ന് വരുമ്പോൾ, പുറത്തു നിന്നും നാട്ടിലോട്ട് വരുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങളെയെല്ലാം വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് കാണണം എന്ന് തന്നെയാണ് ആ അമ്മയും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കുക. എന്നാൽ ഇന്ന് ആ നെടുമ്പാശ്ശേരി വിമാനത്താവളം അടക്കം സാക്ഷിയാവുന്നത് ആ കുഞ്ഞിൻ്റെ നിശ്ചലമായ ശരീരത്തിലേക്ക് എത്താൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു സങ്കടത്തോടെ വരുന്ന, പൊട്ടിക്കരഞ്ഞു വരുന്ന അമ്മയായിരുന്നു. അമ്മ എത്തിയപ്പോൾ സഹോദരനും, മിഥുൻ്റെ സഹോദരനും അടുത്ത ബന്ധുവുമാണ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത്. അവർ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് കരയുന്ന അമ്മയോട് മിഥുൻ്റെ സഹോദരൻ പറയുന്നുണ്ട്, അമ്മയെ കരയല്ലേ അമ്മയെന്ന് പറയുന്നുണ്ട്. അപ്പം അത്രയും ആ ഒരു വിഷമകരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് അവരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിലാണെങ്കിലും ഒരുപാട് പേർ മിഥുൻ്റെ വീട്ടിലും എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഈ കുഞ്ഞിനെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടിയാണ് എത്തിയിട്ടുള്ളത്. സ്കൂളിലാണെങ്കിലും മിഥുൻ്റെ ഫോട്ടോയടക്കം, ചിത്രമടക്കം വെച്ചിട്ടുള്ള ബാഡ്ജെല്ലാം ധരിച്ചാണ് അവിടെ എല്ലാവരും നിൽക്കുന്നത്. നാടിനടക്കം തീരാ നോവായി മാറുകയാണ് മിഥുൻ എന്നുള്ളത് തന്നെയാണ്. എത്രയൊക്കെ നടപടികൾ എടുത്തു കഴിഞ്ഞാലും, ധനസഹായം നൽകി കഴിഞ്ഞാലും അതൊന്നും ഒരിക്കലും ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടാനുള്ള ഒരു പകരം ആയിട്ട് അവിടെ വരുന്നില്ല. ഒരു നടപടി എടുക്കുന്നത് ഒരു അപകടം സംഭവിച്ചതിന് ശേഷമാണ് എന്നുള്ളതും ഏറ്റവും സങ്കടകരമായിട്ടുള്ള മറ്റൊരു കാര്യം തന്നെയാണ്. ഏകദേശം വൈകുന്നേരത്തോടു കൂടി തന്നെ സംസ്കാര ചടങ്ങുകളിലേക്കെല്ലാം തന്നെ കിടക്കും എന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. 2 മണിയോടെയെല്ലാം അമ്മ കൊല്ലത്തെ വീട്ടിലെത്തും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ എന്താണ് അമ്മയോട് പറയാൻ കഴിയുക? ഇപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും എന്താണ് ഈ അമ്മയോട് എന്ത് പറയാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും വളരെ സങ്കടത്തോടെ ഓർത്തിരിക്കുന്ന, അല്ലെങ്കിൽ സങ്കടത്തോടെ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയോട് എന്താണ് അമ്മയ്ക്ക് പകരം നൽകാൻ കഴിയുക? 2 മക്കളെയും സന്തോഷത്തോടെ കാണണം എന്ന് വിചാരിച്ചാണ് അമ്മ ഇത്രയും കാലം, അല്ലെങ്കിൽ അവിടെ ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതൊക്കെ. അപ്പോൾ ആ കുഞ്ഞിൻ്റെ വിയോഗത്തിൽ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അവിടെയുള്ള ഓരോരുത്തരും ആശങ്കപ്പെടുന്നതും എന്നുള്ളത് തന്നെയാണ് കാര്യം. എന്തായാലും ഒരുപാടധികം ആളുകളാണ് പൊതുദർശനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആംബുലൻസ് അടക്കം ആശുപത്രിയിൽ നിന്ന് പോരുന്ന സമയത്താണെങ്കിൽ പോലും ആ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാണ്. ഒരുപാടധികം ആളുകളാണ് ആംബുലൻസിന് ചുറ്റും കൂടി നിൽക്കുകയും പൊതുദർശനം നടക്കുന്ന സ്കൂളിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്യുന്ന ഒരു കാര്യം. ആ സ്കൂളിൽ ഇനി മിഥുനില്ല എന്നുള്ള യാഥാർത്ഥ്യം ആ സുഹൃത്തുക്കൾ മനസ്സിലാക്കുമ്പോൾ അത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം വരെ 17-ാം തീയതിയാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത്. അതിന് മുന്നേ വരെ, മണിക്കൂറുകൾക്ക് മുന്നേ വരെ വളരെ സന്തോഷത്തോടെ കുഞ്ഞുങ്ങളോടൊപ്പം ഓടിക്കളിച്ചിരുന്ന കുട്ടിയാണ് മിഥുനും. എല്ലാ കാര്യങ്ങൾക്കും വളരെ ഉഷാറായി, എല്ലാ കാര്യങ്ങളിലും ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു മിഥുനാണ് ഇങ്ങനെ ദാരുണമായിട്ട് ഒരു അപകടം സംഭവിക്കുമ്പോൾ, ആ അപകടം സംഭവിച്ചു മിഥുനില്ല എന്ന് അറിയുന്ന വിദ്യാർത്ഥികൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഇനിയും സമയമെടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് ആ ഒരു വിദ്യാർത്ഥികളുടെയൊക്കെ മനസ്സിലേറ്റ മുറിവ് തന്നെയാണ് മിഥുൻ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കുഞ്ഞു മക്കളാണ്. ആ മക്കൾക്കൊക്കെ കൂടെയുള്ള കുട്ടിയില്ല എന്ന് പറയുമ്പോൾ അത്രയും ചെറിയ പ്രായത്തിൽ ഒരു മരണം മനസ്സിലാക്കുന്ന സമയത്ത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അവരുടെയൊക്കെ കുഞ്ഞു കണ്ണുകളിൽ ആ ഒരു സങ്കടം തളം കെട്ടി നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇന്നലെ വരെ ഓടിക്കളിച്ച് കൂടെ നടന്നിരുന്ന, എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നടന്നിരുന്ന ആ കുഞ്ഞു കൂട്ടുകാരൻ ഇന്ന് ഇല്ല എന്നറിയുമ്പോഴുള്ള ആ ഒരു മനോവിഷമം അത് ആർക്കും താങ്ങാൻ കഴിയില്ല. അവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും കണ്ണിൽ ആ ഒരു സങ്കടമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു അപകടത്തിനെല്ലാം ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം വരുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. ഈ കെട്ടിടത്തിന് സമീപത്ത് ഇത്തരം ലൈനുകളെല്ലാം അപകടകരമായിട്ട് നിൽക്കുന്ന ഈ ലൈനുകളെല്ലാം ഇത്രയും താഴ്ന്നു കിടക്കുന്നത് വലിയ സുരക്ഷാ വീഴ്ചയാണ് എന്നടക്കം ആരോപിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. അത്തരം വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒരേപോലെ തന്നെ അത് പരിഹരിക്കണമായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം തലയ്ക്കു മുകളിലാണ് ആ അപകടം നിന്നിരുന്നത്. ഒരു അല്പസമയം നേരത്തെയെങ്കിലും, ഇത്രയും കാലമായി ആ ലൈൻ അവിടെ നിൽക്കുന്നുണ്ട്, കുറച്ച് മുൻപ് അല്ലെങ്കിൽ അതൊന്ന് ശരിയാക്കിയിരുന്നെങ്കിൽ, ഇത്രയും കാലം കിടക്കുന്ന ആ ഒരു വൈദ്യുതി ലൈൻ ശരിയാക്കിയിരുന്നെങ്കിൽ, അതിന് കൃത്യമായി വേണ്ട നടപടികൾ എടുത്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ മിഥുൻ ഇവിടെ
അവിടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ കുഞ്ഞുങ്ങളുടെ കൂടെയൊക്കെ അവൻ ഓടിക്കളിക്കുമായിരുന്നു. സന്തോഷത്തോടെ അവൻ ആ സ്കൂളിൽ പഠിച്ച് വളർന്ന് വലിയ ഒരാളാവുമായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് സംശയമില്ല. എന്തായാലും ആ കെട്ടിടത്തിന് മുകളിലുള്ള താൽക്കാലികമായിട്ടുള്ള ആ ഒരു സൈക്കിൾ ഷെഡിന് മുകളിലുള്ള ലൈൻ കമ്പികൾ മുറിച്ചു മാറ്റുമെന്ന് തന്നെയാണ് KSEB അറിയിച്ചിട്ടുണ്ടായിരുന്നത്. വർഷങ്ങളായി അത് അങ്ങനെ കിടക്കുന്ന ലൈൻ കമ്പിയാണ് എന്നത് തന്നെയായിരുന്നു ആ ഒരു അപകടം എന്ന് പറയുന്നത്. നേരത്തെ ചെയ്യാമായിരുന്നു, പക്ഷേ ഒരു അപകടം വേണ്ടി വന്നു ഒരു തീരുമാനം അവിടെ എടുക്കാൻ എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും വിഷമകരമായ കാര്യം. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് 17-ാം തീയതിയാണ് മിഥുന് അപകടമുണ്ടാകുന്നത്. ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, 8B-യിലെ വിദ്യാർത്ഥിയാണ് ഈ കുട്ടി. മൈതാനത്ത് കളിക്കുന്നതിനിടെ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് തെറിച്ചുപോയ ചെരുപ്പെടുക്കാൻ കയറുമ്പോഴാണ് വൈദ്യുത കമ്പിയിൽ പോയി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഷോക്ക് ഏൽക്കുകയൊക്കെ ചെയ്തത്. ഉടനെ തന്നെ കുട്ടിയെ താഴെ ഇറക്കി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നമുക്ക് കഴിഞ്ഞില്ല, കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നിലവിൽ ബാലാവകാശ കമ്മീഷനും അതേപോലെ മനുഷ്യാവകാശ കമ്മീഷനും പോലീസും എല്ലാം തന്നെ ഈ ഒരു വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു കേസിൽ കേസ് അന്വേഷിക്കുന്നത് ശാസ്താംകോട്ട DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസ് എടുത്തിട്ടുള്ളത്. ആരെയും പ്രതി ചേർക്കുകയോ മൊഴിയെടുക്കുകയോ ഒന്നും അങ്ങനെയുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. അതിനൊന്നും പറ്റിയ ഒരു സാഹചര്യമല്ല ഇത്. പക്ഷേ കുറച്ച് നാളുകൾക്കകം തന്നെ, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം മാറുന്നതിനനുസരിച്ചിട്ട് കൃത്യമായി മൊഴിയെടുത്ത് വേണ്ട കാര്യങ്ങൾ നടപടികളിലേക്കെല്ലാം കിടക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം എല്ലാം തന്നെ പറയുന്നതും. എന്തായാലും സ്കൂളിലെ സുരക്ഷാ സംവിധാനങ്ങളും KCB ലൈൻ്റെ നിലവാരമൊക്കെ പരിശോധിക്കുന്ന ഒരു രീതിയിലേക്കെല്ലാം അന്വേഷണം പോകുമെന്ന് തന്നെയാണ് നമുക്കും അറിയാൻ കഴിയുന്നത്. എന്തായാലും വളരെയധികം കണ്ണീരിൽ ആഴ്ത്തിയ നിമിഷങ്ങളിലൂടെ തന്നെയാണ് ആ നാട് മൊത്തം കടന്നു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നമ്മൾ ആ അമ്മയുടെ കണ്ണുകൾ കണ്ടതാണ്. അതേപോലെ തന്നെ ഒരുപാടധികം അമ്മമാരും ഒരുപാടധികം അച്ഛന്മാരുമാണ് ആ കുഞ്ഞിന് കാണാനായി, അവസാനമായി ഒന്ന് കുഞ്ഞിനെ കാണാനായി ഇപ്പോൾ സ്കൂളിൽ എത്തിയിരിക്കുന്നത്. ഒരുപാടധികം ആളുകൾ അവിടെയുണ്ട്. എന്തായാലും പൊതുദർശനം ഏകദേശം 2 മണിയോടെ